നമുക്ക് തുടങ്ങാം അല്ലെ? ഒരു പാട്ട് ആരാച്ച ഒരു പാട്ട് കഴിക്കാനായിരിക്കും നിങ്ങൾക്കിപ്പോ അല്ലേ? അപ്പൊ പിന്നെ റെഡിയല്ലേ? അവർ കഴിക്കാം ആ ഒരു മധുരമുള്ള ആ ഒരു സോങ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ പരിചയമില്ലാത്ത ആൾക്കാരെല്ലാം ഞാൻ വിശ്വസിക്കുന്നു. ഒരാഴ്ച മുമ്പാണ് ഞാൻ അവിടെ വന്ന് പാട്ടൊക്കെ പാടിപ്പോയത്. അപ്പോൾ അന്ന് നമുക്ക് പരിപാടി ഫുള്ളാക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ എന്നാലും ഇത് അതിൻ്റെ സ്നേഹം ഫുള്ളായിട്ടും മനസ്സിലാക്കാൻ എനിക്ക് പറ്റി. കാരണം ആദ്യം ഞാനിവിടെ വന്ന സമയത്ത് അന്ന് ആ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ രണ്ടാമതൊരു ചാൻസ് കിട്ടിയപ്പോൾ ഇത്രയും നല്ല രീതിയിൽ എല്ലാവരും എന്നെ സ്വീകരിക്കുന്നു. പെരിന്തൽമണ്ണത്ത് എല്ലാവരും ഇത്രയും ഉഷാറോടെ പരിപാടി കാണാൻ വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. സോ ആ പരിപാടി അത്രയും ബ്യൂട്ടിഫുൾ ആവുന്നതിൽ ലെഡ്സിൻ്റെയൊക്കെ വലിയൊരു പങ്കുണ്ട്. കാരണം ആ ഒരു മഴയുള്ള സമയത്തും അത്ര വലിയ ഡോം കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് ഒരു 50-60-70% ഓഡിയൻസിനോട് മാക്സിമം ഓൾക്ക് പറ്റണ പോലെ അത്രയും വലിയ ഗ്രൗണ്ടിൽ വലിയ പന്തൽ കെട്ടൽ ഓൾക്ക് പോസിബിൾ അല്ല. ബട്ട് സ്റ്റിൽ മാക്സിമം പെരിന്തൽമണ്ണക്കാരെ മഴ കൊള്ളിക്കാത്തുള്ള ഒരു ഡോം ഒരു സെറ്റ് ചെയ്തു. ഒരു അടിപൊളിയായിട്ടത് പ്രിപ്പയർ ചെയ്തു, കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് തന്നെ പരിപാടി ലൈറ്റും സൗണ്ടും കാര്യങ്ങളായിട്ട് ഉഷാറായിട്ട് പോയി. ഒരുപാട് ആൾക്കാർക്ക് നമ്മളെ പരിപാടി കാണാൻ പറ്റി. സോ ബെഡ്സിൻ്റെ അങ്ങനെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മലബാറിലും എത്തിയിരിക്കുകയാണ്, പെരിന്തൽമണ്ണയും എത്തിയിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ചില വലിയ കല്യാണങ്ങൾ നടക്കുന്ന പോലത്തെ ഫംഗ്ഷൻ അവിടെ ഞാൻ എന്ന് നോക്കുമ്പോൾ ഇവിടെ ഉദ്ഘാടനമാണ്. ഇന്നലെ വൈകുന്നേരം വരെ പേജ് എടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഉദ്ഘാടനമാണ്. ഇന്നലെ രാവിലെ വരെ പേജ് എടുത്ത് നോക്കുമ്പോൾ ഉദ്ഘാടനമാണ്. മിഞ്ഞാന്നും ഞാൻ വന്നു പോയതിനു ശേഷം എന്നും ഉദ്ഘാടനം. ഇങ്ങനൊരു ഉദ്ഘാടനത്തിന് അതുവരെ പോയില്ല. ഒറ്റ ഉദ്ഘാടനത്തിന് നിൽക്കണ പരിപാടിക്ക് പോയിട്ടുള്ളൂ. അപ്പം ഇന്ന് പിന്നെയും ഉദ്ഘാടനമാണ്. അപ്പം ഷോപ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് ഡ്രീം ചെയ്യുന്ന ആൾക്കാർ ഒന്നിച്ച് തുടങ്ങിയ നമ്മുടെ പാർട്ട്നേഴ്സ് എല്ലാവരും നമ്മളെ കൂടെ ഇവിടെ ഉണ്ട്. അവർ തുടങ്ങിയൊരു പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യണം, അവരെ കൂടെ നിൽക്കണം എന്ന് ഞാൻ പറയണം. അന്ന് മഴയാണെങ്കിൽ ഇന്ന് വെയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ മഴയത്ത് നിൽക്കാൻ പിന്നെ സുഖമാണ്, പക്ഷെ വെയിലത്ത് നിൽക്കാൻ അത്ര സുഖമില്ല എന്ന് നിങ്ങളെപ്പോലെ തന്നെ എനിക്കറിയാം. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് കുട്ടികളായിട്ട് വന്ന എല്ലാവരോടും താങ്ക് യു സോ മച്ച്. കുട്ടികളെ തോളിൽ കയറ്റി വെച്ചിരിക്കണം എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ഇന്ന് വന്നതിന്, നമ്മളെ പരിപാടി കാണാൻ വന്നതിന്. പിന്നെന്താ ഞാൻ പറയാ, ഹായ്.